നമുക്ക് ഇന്ന് ഇവിടെ അടിപൊളിയായിട്ടൊരു തോരൻ ഉണ്ടാക്കുക. ഒരു പാവയ്ക്കായും ക്യാരറ്റും ഒരു സവോളയും ഒരു തണ്ട് കറിവേപ്പില ഒരു പച്ചമുളകുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൊത്തി അരിയാൻ പോവാം കേട്ടോ. കൊത്തി അരിഞ്ഞ് ഞാൻ എടുക്കുകയാണ്. അതിനിടയ്ക്ക് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇതിൻ്റെ അകത്തൊരു ടിപ്പുണ്ട്. എല്ലാവരും ഈ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യണം, അപ്പോൾ ടിപ്പ് കിട്ടും കേട്ടോ. കയ്പില്ലാതെ എങ്ങനെ പാവയ്ക്ക തോരൻ വെക്കാമെന്നുള്ളത്. ഇതെല്ലാം കൊത്തി അരിഞ്ഞതിന് ശേഷം ഒരു പിടി തേങ്ങായും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമ്മൾ കൈ കൊണ്ട് എല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഒരു 4-5 പീസ് ഉലുവ ആണ്. ഉലുവ പൊട്ടിക്കഴിയുമ്പം കടുകും കൂടി ഇട്ട് കൊടുക്കും. ഇതെല്ലാം പൊട്ടിക്കഴിയുമ്പം നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പാവയ്ക്ക എല്ലാം കൂടെ ആ എണ്ണയ്ക്കകത്തോട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തട്ടിപ്പൊത്തി മൂടി വെക്കണം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ പാവയ്ക്ക തോരൻ റെഡിയാണ്. ടിപ്പ് പറഞ്ഞ് ഉലുവ ഇട്ടാൽ പാവയ്ക്കയുടെ കയ്പ്പ് മാറും.